നമസ്കാരം. ഇപ്പോൾ പശ്ചിമേഷ്യയിൽ നടക്കുന്ന സംഘർഷത്തിൽ ഇന്ത്യ ഒരിക്കലും ഒരു കാരണവശാലും ഒരു പങ്കാളിയല്ല. കാരണം അമേരിക്കയും ഇസ്രായേലും സംയുക്തമായി ഇറാനെ ആക്രമിക്കുന്നു. അമേരിക്കൻ കേന്ദ്രങ്ങളുള്ള ഗൾഫ് രാജ്യങ്ങളിലേക്ക് ഇറാൻ പ്രത്യാക്രമണം നടത്തുന്നു. ഇതിൽ ചില പ്രതിസന്ധികൾ ഉണ്ടാകുന്നു. അതായത് എണ്ണ വ്യാപാരം അടക്കമുള്ള വിഷയങ്ങളിൽ ചില പ്രതിസന്ധികൾ ഉണ്ടാകുന്നു. ആ പ്രതിസന്ധിയിൽ ബാധിക്കപ്പെട്ട അനേകം രാജ്യങ്ങളുണ്ട്. ആ രാജ്യങ്ങളിൽ ഒന്ന് മാത്രമാണ് ഇന്ത്യ. ഈ സംഘർഷത്തിൽ ഇന്ത്യ ഒരിക്കലും നേരിട്ട് പങ്കാളിയല്ല. എന്നിട്ടും ഇറാൻ ഇന്ത്യയുടെ തലസ്ഥാനമായ ഡൽഹിയിലേക്ക് ഒരു മിസൈൽ ആക്രമണം നടത്തി എന്ന വാർത്ത വലിയ രീതിയിൽ കഴിഞ്ഞ ദിവസം പ്രചരിപ്പിക്കപ്പെട്ടു. ആ വാർത്ത മറ്റാരുമല്ല, പാകിസ്ഥാനിലെ ചില സോഷ്യൽ മീഡിയ ഹാൻഡിലുകളാണ് വ്യാപകമായി ഇത് ഷെയർ ചെയ്തത്, പ്രചരിപ്പിച്ചത്. അതായത് പാകിസ്ഥാൻ സോഷ്യൽ മീഡിയയും പാകിസ്ഥാനിലെ ഒരു വിഭാഗം മാധ്യമങ്ങളുമെല്ലാം ഇതൊരു വലിയ വാർത്തയാക്കിയിരുന്നു. ഇസ്രയേലും അതുപോലെ തന്നെ ഇന്ത്യയും സംയുക്തമായി ഡൽഹിയിൽ ഡ്രോൺ നിർമ്മിക്കുന്ന ഒരു മാനുഫാക്ചറിംഗ് പ്ലാന്റ് ഉണ്ട്. വളരെ അപകടകാരിയായ ഡ്രോണുകളാണ് ഇസ്രായേലും ഇന്ത്യയും തമ്മിൽ നിർമ്മിക്കുന്നത്. ഇവിടെ നിർമ്മിക്കുന്ന ഡ്രോണുകൾ ഇറാനെ നശിപ്പിക്കാൻ അയക്കുന്നു എന്ന് ഇറാൻ വിലയിരുത്തുന്നു. അതിൻ്റെ ഭാഗമായിട്ട് ഇറാൻ ഡൽഹിയിലെ ഈ ഡ്രോൺ നിർമ്മാണശാല ആക്രമിച്ച് തകർത്തു. ഈ വാർത്ത വീഡിയോ ദൃശ്യങ്ങളോടുകൂടിയാണ്, വലിയ രീതിയിൽ തീ പടർന്ന് പന്തലിക്കുന്ന വീഡിയോ ദൃശ്യങ്ങളോടുകൂടിയാണ് കഴിഞ്ഞ ദിവസങ്ങളിൽ പാകിസ്ഥാനിലെ മാധ്യമങ്ങളിൽ പ്രചരിപ്പിക്കപ്പെട്ടത്. ലോകമെമ്പാടും ഇതൊരു വാർത്തയായിരുന്നു. പക്ഷേ ഈ വാർത്ത വലിയ രീതിയിൽ എല്ലാവരെയും ആശ്ചര്യമുണ്ടാക്കി. കാരണം ഡൽഹിയിൽ അങ്ങനെ ഒരു ആക്രമണമൊന്നും നടന്നിട്ടില്ല, ഇന്ത്യയിലേക്ക് ഒരു മിസൈലും വന്നിട്ടില്ല. പക്ഷേ പിന്നെ ഈ ആക്രമണം എന്ന രീതിയിൽ ഈ വാർത്തയിൽ കാണിക്കുന്ന വീഡിയോ എന്താണ്? സത്യത്തിൽ മാർച്ച് 11 രാത്രി ദില്ലിയിലെ വളരെ പ്രധാനപ്പെട്ട ഒരു മത്സ്യ മാർക്കറ്റായ ഉത്തം നഗർ മത്സ്യ മാർക്കറ്റിൽ തീപിടുത്തമുണ്ടായി. ഈ തീപിടുത്തത്തിൻ്റെ ദൃശ്യങ്ങൾ ചേർത്താണ് ചില പാകിസ്ഥാൻ സോഷ്യൽ മീഡിയ ഹാൻഡിലുകൾ ഇന്ത്യയിൽ ഇറാൻ ആക്രമണം നടത്തിയെന്നും ഡൽഹി കത്തിയമരുന്നുവെന്നും ഇന്ത്യയും ഇസ്രായേലും സംയുക്തമായി ഡ്രോണുകൾ നിർമ്മിക്കുന്ന ഒരു മാനുഫാക്ചറിംഗ് പ്ലാന്റിലാണ് ഈ ആക്രമണം നടത്തുന്നതെന്നും എന്നും പ്രചരിപ്പിച്ചത്. തീർച്ചയായും അതിലേറ്റവും പ്രധാനപ്പെട്ട മറ്റൊരു വശം എന്ന് പറയുന്നത് ഇന്ത്യയും ഇസ്രായേലും തമ്മിൽ ഡ്രോണുകളും അതുപോലെ തന്നെ മറ്റു ചില യുദ്ധോപകരണങ്ങളുമൊക്കെ നിർമ്മിക്കുന്ന, സംയുക്തമായി നിർമ്മിക്കുന്ന ഫാക്ടറികളുണ്ട്. പക്ഷേ അത് ഡൽഹിയിലല്ല എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. ഡൽഹിയിൽ അങ്ങനെ ഒരു ഫാക്ടറി, അങ്ങനെ ഒരു മാനുഫാക്ചറിങ് ഫെസിലിറ്റിയേ ഇല്ല. മറ്റു ചില കേന്ദ്രങ്ങളിലുണ്ട്, അത് അതീവ രഹസ്യമാണ്. പക്ഷേ ഡൽഹിയിൽ അങ്ങനെ ഒരു മാനുഫാക്ചറിങ് പ്ലാന്റ് ഇല്ല. അങ്ങനെ ഇല്ലാതിരിക്കെയാണ് ഇങ്ങനെ ഒരു വാർത്ത പടർന്നത്. ലോകമെമ്പാടുമുള്ള ഫാക്ട് ചെക്ക് ഏജൻസികൾ ഇത് സത്യമാണോ എന്ന് പരിശോധിക്കുകയും പിന്നീട് ആ വീഡിയോ ദൃശ്യങ്ങൾ ഉത്തം നഗർ മത്സ്യ മാർക്കറ്റിലുണ്ടായ തീപിടുത്തമാണ് എന്ന് സ്ഥിരീകരിക്കുകയും ചെയ്തിട്ടുണ്ട്. വെബ് ഡെസ്ക് തത്തുമൈ ന്യൂസ്. ബ്രോട്ട് യു ബൈ കേരള എയ്ഡ്സ് കൺട്രോൾ സൊസൈറ്റി. HIV എയ്ഡ്സ് സംബന്ധമായ സംശയങ്ങൾക്ക് 1097 എന്ന 24 മണിക്കൂറും പ്രവർത്തിക്കുന്ന ടോൾ ഫ്രീ നമ്പറിലേക്ക് വിളിക്കുക. വാട്സാപ്പിലും ഫേസ്ബുക്കിലും ഒക്കെ സ്റ്റാറ്റസ് അപ്ഡേറ്റ് ചെയ്യാറുണ്ടല്ലോ, HIV സ്റ്റാറ്റസോ. HIV പിടിപെടാനുള്ള സാഹചര്യങ്ങളിൽ കൂടി അറിഞ്ഞോ അറിയാതെയോ കടന്നു പോയിട്ടുണ്ടാവാം. എന്ത് തന്നെയായാലും മുൻകൂട്ടി പരിശോധിച്ച് HIV സ്റ്റാറ്റസ് അറിയൂ. സൗജന്യ HIV പരിശോധനയും കൗൺസിലിങ്ങും ആരോഗ്യ കേന്ദ്രങ്ങളിൽ പ്രവർത്തിക്കുന്ന ICTC അഥവാ ജ്യോതിസ് കേന്ദ്രങ്ങളെ സമീപിക്കുക. നിങ്ങളുടെ സ്റ്റാറ്റസ് എന്തായാലും വിവരങ്ങൾ രഹസ്യമായി സൂക്ഷിക്കുന്നതായിരിക്കും.